നമസ്കാരം മക്കളെ, സുഭാഷ് സാറാണ്. മറ്റൊരു +2 സേ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് മാത്സിന്റെ ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. ഇതുപോലുള്ള ക്ലാസ്സുകൾ +1ഉം +2ഉം കിട്ടും. എല്ലാ സബ്ജക്ട്സും ഉണ്ട്. മീൻസ് മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ബയോളജി ഉണ്ട്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നിങ്ങളെ ജയിപ്പിക്കുക എന്നുള്ള രീതിയിൽ കൂടെ സിമ്പിൾ ആയിട്ട് ഏറ്റവും എളുപ്പത്തിന് വേണ്ടി മീൻസ് എക്സാമിന് ഏറ്റവും ഉറപ്പായിട്ട് വരുന്നതിന് തെരഞ്ഞു പിടിച്ചുള്ള ക്ലാസ്സുകളാണ് തരുന്നത്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. If modulus of A dot B is equal to modulus of A cross B, then find the angle between A and B. Modulus of A dot B, modulus of A cross B equal ആണെങ്കിൽ angle between A and B ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിക്കേ, given modulus of A dot B equal modulus of A cross B. എല്ലാവരും ഈ A dot B എന്നുള്ളതിനെ ഒന്ന് പഠിച്ചിരിക്കുക. മോഡുലസ് A ഇൻറ്റു മോഡുലസ് B ഇൻറ്റു കോസ് തീറ്റ എന്നാണ് കേട്ടോ. അപ്പൊ അതിന് മോഡുലസ് എടുത്താൽ ഇത് തന്നെയാണ്. അപ്പൊ A dot B യുടെ വാല്യൂ എഴുതി. ഇനി എ ക്രോസ് ബി എന്ന് പറയുന്നത് മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി ഇൻറ്റു സൈൻ തീറ്റ എന്നാണ്. മോഡുലസ് ഉള്ളതുകൊണ്ടാണ്, മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഉള്ളതുകൊണ്ടാണ് ഇൻറ്റു ഇവിടെ എൻ വരേണ്ടതാണ്, അത് എഴുതണ്ട. ഓക്കെ, അപ്പോൾ എ ഡോട്ട് ബി എഴുതി, എ ക്രോസ് ബി എഴുതി. അപ്പുറം ഇപ്പുറം മോഡുലസ് എകൾ ക്യാൻസൽ ആയി, മോഡുലസ് ബിയും ക്യാൻസൽ ആയി. ബാക്കി കോസ് തീറ്റ ഈക്വൽ ടു എത്ര കിട്ടി? സൈൻ തീറ്റ. കോസ് തീറ്റയും സൈൻ തീറ്റയും ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ ഏത് ഡിഗ്രിക്കാ? 45 ഡിഗ്രി. ശരിയല്ലേ? കോസ് 45 1/√2, സൈൻ 45 1/√2. അപ്പൊ കോസ് തീറ്റ ഈക്വൽ സൈൻ തീറ്റ, ദെൻ തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി, ഓർ അതിന്റെ റേഡിയൻ എഴുതുമ്പോൾ π/4. ഗുഡ് ബൈ.